ഇന്ന് റംസാൻ വ്രതം ആരംഭിക്കുകയാണ്. ഇസ്ലാം മതവിശ്വാസികൾക്ക് ഇനിയുള്ള 30 നാൾ പുണ്യകാലം. കേരളത്തിൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാദിമാർ പ്രഖ്യാപിച്ചു. ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ റംസാൻ വ്രതം ആരംഭിച്ചു. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും ഞായറാഴ്ചയാണ് റംസാൻ 1. അനഘ ഹർഷൻ ചേരുന്നു. അനഘ, പുണ്യമാസാരംഭം ആയി കഴിഞ്ഞു. ഇനി ഇസ്ലാം മതവിശ്വാസികൾക്ക് 30 നാൾ പുണ്യകാലമാണ്. റമദാൻ വ്രതം എത്രത്തോളം ആഘോഷമാക്കുന്നുണ്ട് കേരളം, പ്രത്യേകിച്ച് വടക്കൻ കേരളം? നിഖിൽ, നീലിമ, ഇന്നലെ ഈ ഇസ്ലാം മതവിശ്വാസികളെ സംബന്ധിച്ച് ഇനിയുള്ള 30 നാൾ അത് വ്രതാനുഷ്ഠാനത്തിന്റെയും ആചാരത്തിന്റെയും ഒക്കെ നാളുകളാണ്. അത് ഈ ഇസ്ലാം മതവിശ്വാസികൾ അതൊരു പുണ്യമാസമായി കൂടിയാണ് കാണുന്നത്. ഈ രാവിലെ ഇന്ന് കോഴിക്കോട്ടുകാരെ സംബന്ധിച്ച് ഇന്ന് പുലർച്ചെ സുബ്ഹ് ബാങ്ക് വിളി ഉയർന്നതോടുകൂടിയാണ് ഈ ആളുകൾ, ഈ വിശ്വാസികൾ പള്ളിയിലേക്ക് എത്തുന്നു. പള്ളിയിൽ പ്രാർത്ഥനാ ചടങ്ങുകളൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് അന്നപാനീയങ്ങളൊക്കെ ഒഴിവാക്കി വൈകുന്നേരം 6:30 ഈ മഗ്‌രിബ് ബാങ്ക് വിളിയോടുകൂടിയാണ് പിന്നീട് വ്രതം മുറിക്കുന്നത്. ഈത്തപ്പഴവും വെള്ളവും കഴിച്ചാണ് ഇത്തരത്തിൽ വ്രതം മുറിക്കുന്നത്. ഈ റംദാൻ മാസത്തെ സംബന്ധിച്ച് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഇസ്ലാം നിഷ്കർഷിക്കുന്നത് തന്നെ ഈ സക്കാത്ത് നൽകുക എന്നതാണ്. തങ്ങളുടെ വരുമാനത്തിന്റെ ഒരു പങ്ക് അത് ഈ റംസാൻ മാസത്തിൽ നിർധരായവർക്ക് നൽകണം എന്നാണ് ഇസ്ലാം മതം നിഷ്കർഷിക്കുന്നത്. അതനുസരിച്ച് ഈ സക്കാത്ത് നൽകുന്നതടക്കമുള്ള കാര്യങ്ങളുണ്ട്. കോഴിക്കോട്ടെ വിവിധ പള്ളികളിലൊക്കെ തന്നെ ഈ നോമ്പ് തുറയുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ നോമ്പ് അനുഷ്ഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ തന്നെ ഉണ്ട്. മാത്രമല്ല യാത്രക്കാർക്ക് സന്നദ്ധ സംഘടനകളൊക്കെ തന്നെയാണ് ഈ നോമ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തു കൊടുക്കുക. ഈ കോഴിക്കോട് ഇന്ന് രാവിലെ തന്നെ പള്ളിയിലൊക്കെ തന്നെ വലിയ തിരക്കാണ് ഉണ്ടായിരുന്നത്. ഈ വൈകുന്നേരവും ആ തിരക്ക് പള്ളിയിൽ ഉണ്ടാകും. നിഖിൽ, വ്രതം ആരംഭിക്കുമ്പോൾ ഇനിയുള്ള 30 നാൾ ഇസ്ലാം മതവിശ്വാസികൾക്ക് പുണ്യകാലമാണ്. കേരളത്തിൽ മാസപ്പിറവി ദൃശ്യമായതായി വിവിധ ഖാസിമാർ അറിയിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ നമുക്കറിയാം, ഒമാൻ ഉൾപ്പെടെയുള്ള ഗൾഫ് നാടുകളിൽ റംദാൻ വ്രതം ആരംഭിച്ചു കഴിഞ്ഞു. എന്തായാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഞായറാഴ്ച, അതായത് ഇന്ന് മുതൽ തന്നെയാണ് റംസാൻ 1 ആരംഭിക്കുന്നത്. അനഘ ഹർഷനാണ് വിവരങ്ങൾ നൽകിയത്.